Hello all, welcome to another lecture in structural analysis. So with the last say 3 lectures, we learned how to analyze indeterminate structures using consistent deformation method. Last lectures we learned how to analyze indeterminate trusses. Okay, so from this lecture onwards, we are going to learn how to analyze indeterminate beams using consistent deformation method. Okay, so before we move on to the procedure, actually it's very similar to that of the truss analysis. Before we move on to the procedure, let us do some recap on certain things related to determinate beam analysis. Okay, so first I want to take your memory line down back to the thing called the unit load method. ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീംസ് അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെത്തേഡാണ് യൂണിറ്റ് ലോഡ് മെത്തേഡ്. സോ ഇഫ് യു ഹാവ് എ ബീം ലൈക്ക് ദിസ് എ ബി, അതിൻ്റെ അകത്ത് സേ W kN/m എന്നുള്ള ഒരു യൂണിറ്റ് ലോഡ് പോകുന്നു എന്ന് വിചാരിച്ചോളാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു ബീമിലെ സി എന്ന പോയിന്റിലെ ഡെൽറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സി എന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമായിരുന്നു. സോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, അപ്ലൈഡ് ലോഡ് വെച്ച്, അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ലോഡ് മൂലം ഈ ഫിഗറിന്റെ അകത്ത് ഉണ്ടാകുന്ന മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് നമ്മൾ ഏത് പോയിന്റിലാണോ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് ഒരു 1 kN എന്നുള്ള ലോഡ് കൊടുത്തിട്ട് ആ പോയിന്റിൽ ആ ലോഡ് മൂലം ആ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ബീമിൽ ഉണ്ടാകുന്ന മൊമെന്റ് കണ്ടുപിടിക്കുമായിരുന്നു. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി യൂണിറ്റ് ലോഡ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ വി യൂസ് ടു ഹാവ് എ ഫോർമുല ലൈക്ക് ദിസ്: ഇന്റഗ്രൽ 0 to L mm/EI dx, വേർ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ കണ്ടുപിടിച്ച അപ്ലൈഡ് ലോഡ് മൂലം ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെന്റും, സ്മോൾ എം എന്ന് പറയുന്നത് 1 kN ലോഡ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ട പോയിന്റിൽ കൊടുത്തപ്പോൾ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മൊമെന്റുമാണ്. ദെൻ ലെങ്ത് L stands for the length of the member, I stands for the moment of inertia, and E stands for the elastic modulus. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് അനദർ തിങ് ദാറ്റ് ഐ വാണ്ട് ടു റീക്യാപ്പ് ഈസ് ദ how to determine the indeterminacy in rigid joint structures. നമുക്കറിയാം ഒരു സ്ട്രക്ചറിന്റെ ഒരു റിജിഡ് ജോയിന്റ്, ഫോർ എക്സാമ്പിൾ ബീമിന്റെ ഫ്രെയിമിന്റെ ഒക്കെ ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കേണ്ടത് വി ലുക്ക് അറ്റ് ദ ടൈപ്സ് ഓഫ് സപ്പോർട്ടിനെ നോക്കിയാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഉണ്ടായിരുന്ന ടൈപ്പ് ഓഫ് സപ്പോർട്ട് ഇതാണ്, റോളർ സപ്പോർട്ട് നമുക്കറിയാം there was only a vertical reaction. ഫിക്സഡ് സപ്പോർട്ടിന് നമുക്കറിയാം there were 3 reactions. ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ ഉണ്ടാവും, ഒരു മൊമെന്റ് ഉണ്ടാവും. ഓക്കെ, വേറാസ് പിൻ ജോയിന്റിന് നമുക്കറിയാം there is a vertical reaction as well as a horizontal reaction. സിമ്പിൾ സപ്പോർട്ടിന്റെ കേസ് ഇപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം, നമുക്കിപ്പോൾ വലിയ ആവശ്യമുള്ള കേസ് അല്ല, ലെറ്റ്സ് റിമൂവ് ഇറ്റ്. ഓക്കെ, സോ ഇങ്ങനെ 3 സപ്പോർട്ടുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഓരോ സപ്പോർട്ട് വരുന്ന കേസിലും നമ്മൾക്ക് ഇൻഡിറ്റർമിനൻസ് കണ്ടുപിടിക്കാനുണ്ടായിരുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഗിവൺ ആസ് R-3, where R is the total number of reaction components in a structure. അപ്പോൾ ഒരു കാൻഡിലിവർ ബീം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സൈഡ് ഫിക്സ്ഡ് എൻഡ് ആണ്. സോ there are 3 reaction components. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ഒരു സൈഡ് ഹിഞ്ചഡും മറ്റേ സൈഡ് റോളറും ആണ്. സോ 2 + 1 3 റിയാക്ഷൻ കമ്പോണൻസ്. സോ R എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറിലുള്ള ടോട്ടൽ റിയാക്ഷൻ കമ്പോണൻസ് ആണ്. 3 എന്ന് പറയുന്നത് the total number of equilibrium equations ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സോ whenever the number of reaction components is greater than 3, so we used to have an indeterminate structure. അതാണ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന ഫോർമുല. ഇത് തന്നെയാണ് ആക്ച്വലി നമ്മുടെ പ്രിൻസിപ്പിളും. പക്ഷെ ബീമിന്റെ കേസ് വരുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ദ തിങ് ഈസ് ദാറ്റ് നമുക്കുണ്ട് ലൈക്ക് ആദ്യമേ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ വി ഹാവ് എ കേസ്, റോളർ സപ്പോർട്ട് ഫിക്സഡ്, പിൻഡ്, സിമ്പിൾ. ഓക്കെ, ഐ ആം അഗെയിൻ റബ്ബിംഗ് ഇറ്റ് ഓഫ്. യെസ്, അപ്പം ഇതില് ബീമിന്റെ കേസിൽ നമ്മൾ എപ്പോഴും നമ്മുടെ അക്കാഡമിക് പർപ്പസിൽ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബീമില് വെർട്ടിക്കൽ ലോഡ് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. There is only vertical loads acting in beams and there are absolutely no horizontal forces. ഒരു ബീം ഇങ്ങനെ ഉണ്ടായാൽ ബീമിന്റെ അകത്ത് വെർട്ടിക്കൽ ആയിട്ട് മാത്രമേ ഫോഴ്സ് ആക്ട് ചെയ്യുള്ളൂ, ഹൊറിസോണ്ടൽ ആയിട്ട് ആക്ട് ചെയ്യില്ല. സോ അതിന്റെ ഒരു കോൺസിക്വൻസ് എന്താണെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്നുള്ളതാണ്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സപ്പോർട്ടിൽ ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻസിനെ നമുക്ക് എൻറ്റയർലി അവോയ്ഡ് ചെയ്ത് കളയാം. ഓക്കെ, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ഇക്വേഷൻസിലെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് സിഗ്മ Fx = 0 എന്നുള്ള കാര്യത്തെയും നമുക്ക് അവോയ്ഡ് ചെയ്ത് കഴിയും. അപ്പോൾ സപ്പോർട്ട്സില് ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് റിയാക്ഷൻസിന്റെ എണ്ണം കുറയും. സോ ലൈക്ക് ദിസ്, അതായത് റോളറിൽ ആകെയുള്ളത് ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ആണ്. സോ ദർ ഇസ് നോ ഹൊറിസോണ്ടൽ, നമുക്ക് അതിനെപ്പറ്റി ബോധപ്പെടേണ്ട കാര്യമില്ല. പിൻഡ് സപ്പോർട്ടില്
there is a horizontal as well as vertical reaction. ആ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമുക്ക് അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയാം. ഫിക്സഡ് സപ്പോർട്ടിലും ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട്, അതിനെ അവോയ്ഡ് ചെയ്ത് കളയാം. അപ്പോൾ ദ എൻഡ് റിസൾട്ട് വിൽ ലുക്ക് ലൈക്ക് സംതിങ് ലൈക്ക് ദിസ്. ഈ ഒരു വെർട്ടിക്കൽ റിയാക്ഷനെ ഈ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനെ അവോയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ ഫിക്സഡ് സപ്പോർട്ടിലെ ടോട്ടൽ റിയാക്ഷൻ കമ്പോണൻസ് 2 ആവും. സിമിലർലി പിൻ സപ്പോർട്ടിൽ അല്ലെങ്കിൽ ഹിഞ്ചഡ് സപ്പോർട്ടിലെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കമ്പോണന്റിനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെയുള്ള ടോട്ടൽ റിയാക്ഷൻ കമ്പോണൻസ് 1 ആയിട്ട് മാറും. അപ്പോൾ വി ക്യാൻ റീറൈറ്റ് ദ ഇൻഡിറ്റർമിനസി ഫോർമുല ഫോർ എ ബീം. ശ്രദ്ധിക്കണം, ബീമിന് ഉള്ള ഇൻഡിറ്റർമിനസി ഫോർമുല നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. R-2, where R is the total number of reaction components avoiding the horizontal components. ഇത് നോട്ട് ദാറ്റ് ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ബീംസ്. ബീമിൽ മാത്രമേ നമ്മൾ ഹൊറിസോണ്ടലി എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ട് ചെയ്യില്ല എന്നുള്ള അസ്യൂം ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഓൾവേസ് റിമെമ്പർ, ബീം കൺസിഡർ ചെയ്യുമ്പോൾ the external indeterminacy can be found out using the formula R-2. ഓക്കെ, ഇത് ഫ്രെയിമിലോട്ട് വരുമ്പോൾ ഇറ്റ് അഗൈൻ ഗോസ് ബാക്ക് ടു R-3. അപ്പം ഓൾവേസ് ശ്രദ്ധിക്കണം, ട്രസ്സിന്റെ അകത്തെയും ബീമിന്റെ അകത്തെയും ഫ്രെയിമിന്റെ അകത്തെയും നമ്മൾ അനലൈസ് ചെയ്യുന്ന 3 ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ്, ട്രസ്, ഫ്രെയിം ആൻഡ് ബീം. 3 കേസിലെയും ഇൻഡിറ്റർമിനസി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നൗ ലെറ്റ് ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ, സേ കൺസിഡർ ദ ബീം ഗിവൺ ഇൻ ദ ഫിഗർ. ഒരു ABC എന്നുള്ളൊരു ബീം ഉണ്ട്. ആൻഡ് നമ്മുടെ പുതിയ അസംഷൻ പ്രകാരം എ എന്ന പോയിന്റിലെ റിയാക്ഷൻ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു വെർട്ടിക്കൽ മാത്രമേ. ദ ഓൺലി റിയാക്ഷൻ കമ്പോണന്റ് ഇൻ ദിസ് ഹിഞ്ചഡ് സപ്പോർട്ട് എ ഇസ് ദ വെർട്ടിക്കൽ റിയാക്ഷൻ കമ്പോണന്റ്. നോർമൽ അല്ലെങ്കിൽ പഴയ അസംഷൻ പ്രകാരമാണെങ്കിൽ അവിടെ ഒരു ഹൊറിസോണ്ടൽ കൂടെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ബീമിന്റെ കേസിൽ നമുക്ക് ഹൊറിസോണ്ടൽ ഒഴിവാക്കാം. Similarly, B എന്നുള്ള റോളർ സപ്പോർട്ടിലും the only reaction component is this one vertical component. C എന്നുള്ള കേസിലും the only reaction component is this vertical reaction. അപ്പോൾ ഇവിടെ ടോട്ടൽ 1+1+1 3 റിയാക്ഷൻ കമ്പോണൻസ് ആണ് ഈ ഒരു ബീമിന് ടോട്ടൽ ആയിട്ടുള്ളത്. ആൻഡ് ദ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഈസ് ലിമിറ്റഡ് ടു 2. സിഗ്മ Fy = 0, സിഗ്മ M = 0 എന്നുള്ള 2 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ടോട്ടൽ 3 റിയാക്ഷൻ കമ്പോണൻസും 2 ഇക്വിലിബ്രിയം കമ്പോണൻസും ആണ്. സോ ദ ഇൻഡിറ്റർമിനസി വിൽ ബി ഈക്വൽ ടു 1 എന്നുള്ള ഇൻഡിറ്റർമിനസി ആയിരിക്കും. അപ്പോൾ ഒരു ഇൻഡിറ്റർമിനസി വന്നാൽ ബീമിന്റെ കേസിൽ നമുക്ക് ഇന്റേണൽ മെമ്പർ ഒന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു സപ്പോർട്ട് റിയാക്ഷൻ ആണ് എടുത്ത് കളയേണ്ടത്. ശ്രദ്ധിക്കുക, ബീമിന്റെ കേസിൽ ഇൻഡിറ്റർമിനസി എത്രയാണോ അത്രയും സപ്പോർട്ട് റിയാക്ഷൻസ് എടുത്ത് കളയാം. അപ്പോൾ 1 എന്നുള്ള ഉത്തരം കിട്ടിയാൽ ഏതെങ്കിലും ഒരു സപ്പോർട്ട് റിയാക്ഷൻസ് ഒഴിവാക്കാം നമുക്ക്. അത് ചിലപ്പോൾ VA ആവാം, VB ആവാം, VC ആവാം. ഇതിലുള്ള ഏത് വേണമെങ്കിലും നമുക്ക് കളയാം. സിമിലർലി ഒരു ക്വസ്റ്റ്യൻ കൂടെ കാണുവാണെങ്കിൽ വി ഹാവ് എ ബീം ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ ഈ A എന്നുള്ള സപ്പോർട്ടിൽ, ദിസ് ഫിക്സഡ് സപ്പോർട്ട് എയിൽ ഇവിടെയും ഈ പറയുന്ന പോലെ 2 റിയാക്ഷൻ കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പോണന്റും ഒന്ന് ഇവിടുത്തെ മൊമെന്റും. There are 2 reaction components at A, which are the vertical reaction component and the moment component. Okay, then similarly ഇവിടെ ഈ B എന്നുള്ള അല്ലെങ്കിൽ ഈ ഒരു ഹിഞ്ചഡ് സപ്പോർട്ടിലും ഒരെണ്ണമാണ് ഉള്ളത്. There is 1 reaction component. Similarly C എന്നുള്ള പോയിന്റിലും 1 reaction component ആണുള്ളത്. So there are 2 + 1 + 1 4 total reaction components and the total number of equilibrium equations is 2. So the total indeterminacy is 2. അപ്പോൾ നമുക്ക് ഇവിടെയും ഏതെങ്കിലും 2 സപ്പോർട്ട് റിയാക്ഷൻസ്, അത് ഈ ഫിക്സഡ് സപ്പോർട്ടിലെ മൊമെന്റും വെർട്ടിക്കലും ആവാം, അല്ലെങ്കിൽ ഇവിടുത്തെ വെർട്ടിക്കലും ആവാം, അല്ലെങ്കിൽ ഈ 2 വെർട്ടിക്കൽ ആവാം. ദാറ്റ് ഈസ് അവർ എൻറ്റയർലി അവർ കൺവീനിയൻസ്. ഏത് റിയാക്ഷൻ കമ്പോണന്റ് ഒഴിവാക്കണം എന്നുള്ളത് നമ്മുടെ കൺവീനിയൻസ് ആണ്. എന്നാലും ദർ ആർ സം ജനറൽ റൂൾസ് ഫോർ ദാറ്റ്. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പഠിക്കാം. ഓക്കെ, സോ വിത്ത് ദിസ് ബാക്ക്ഗ്രൗണ്ട് ലെറ്റ് മീ ബിഗിൻ അല്ലെങ്കിൽ ലെറ്റ് മീ സ്റ്റാർട്ട് ദ consistent deformation method of beams. Okay, so first of all let us look at the different steps involved. Aditya step, okay, understand that this is very similar to truss analysis. Truss ചെയ്തേക്കുന്ന പോലെ തന്നെ ഇൻഡിറ്റർമിനസി കണ്ടുപിടിച്ചു, എന്നിട്ട് അപ്ലൈഡ് ലോഡ് മൂലമുള്ള അവിടെ നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ മൊമെന്റ്സ് കണ്ടുപിടിക്കും. സിമിലർലി യൂണിറ്റ് ലോഡ് കൊടുത്തുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുന്നതിന് പകരം മൊമെന്റ്സ് കണ്ടുപിടിക്കും. ഈ ഇത്രയ്ക്കും സിമിലർ ആണ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് ഇൻ ബീംസ്. Okay, now look at the steps. First step എന്ന് പറയുമ്പോൾ ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കുക. We have the formula R-2. അപ്പോൾ R-2 ചെയ്യുമ്പോൾ maybe we will get 1, maybe we will get 2. അപ്പോൾ എത്ര ഇൻഡിറ്റർമിനസി ഉണ്ടോ അത്രയും റിഡൻഡൻസിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത്രയും റിയാക്ഷൻ കമ്പോണൻസിനെ റിമൂവ് ചെയ്യുക. എന്നിട്ട്
ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അപ്ലൈഡ് ലോഡ്സ് മൂലം അതിൻ്റെ അകത്തുള്ള ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാം, ക്യാപിറ്റൽ എം കണ്ടുപിടിക്കാം. എന്നിട്ട് ഏതൊക്കെയാണോ നമ്മുടെ റിഡൻഡന്റ് ഫോഴ്സസ് അല്ലെങ്കിൽ റിഡൻഡന്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കിയ റിയാക്ഷൻസ് ഏതാണോ ആ റിയാക്ഷൻ കമ്പോണൻസിന്റെ അവിടെ 1 കിലോ ന്യൂട്ടൺ എന്നുള്ള ലോഡ് കൊടുത്തിട്ട് ആ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മൊമെന്റ് സ്മോൾ എം കണ്ടുപിടിക്കാം. ദെൻ വി അപ്ലൈ എ ഫോർമുല വെരി സിമിലർ ടു ദാറ്റ് ഓഫ് ട്രസ് അനാലിസിസ്. ക്യാപിറ്റൽ ആർ, അതായത് നമ്മൾ ഏത് റിയാക്ഷൻ ആണോ റിമൂവ് ചെയ്തത് ദാറ്റ് റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ 0 to L mm by EI dx divided by integral 0 to L m square by dx. Okay, yes. Now ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് നമ്മുടെ റിയാക്ഷൻ കമ്പോണന്റ് കിട്ടും. ഓക്കെ, ഒരു ചെറിയ തിരുത്തുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഈ മൈനസ് ആവശ്യമില്ല, വി ക്യാൻ റിമൂവ് ദിസ്. ഓക്കെ, നൗ ആ റിയാക്ഷൻ കമ്പോണന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 1 റിഡൻഡന്റ് ആണെങ്കിൽ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് ആ റിയാക്ഷൻ കമ്പോണന്റ് കിട്ടും. ആ റിയാക്ഷൻ കമ്പോണന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ആ ക്വസ്റ്റിന് തന്നിട്ടുള്ള ബാക്കിയുള്ള റിയാക്ഷൻ കമ്പോണൻസ് കണ്ടുപിടിക്കാൻ, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ shear force diagram, bending moment diagram വരയ്ക്കാം. Okay, so let us have a closer look at the formula. Okay, actually redundant force കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുടെ എക്സാക്ട് ഫോം എന്ന് പറയുന്നത് ഇതാണ്, this. Okay, you can see that the actual formula looks like something like integral 0 to L capital M small m by EI dx minus R. R is the reaction component, redundant reaction component, into integral 0 to L small m square by EI dx equal to 0. ഇതിനെ ഫോർമുലേറ്റ് ചെയ്ത് വരുമ്പോൾ we get something very similar to this. Capital R equal to integral 0 to L mm by EI dx all divided by integral 0 to L m square by EI dx. ഇതിൽ capital M എന്ന് പറയുന്നത് capital M is the bending moment in the section due to applied load after removing the redundant. Similarly, small m എന്ന് പറയുന്നത് bending moment in the section due to unit load at redundant support. അപ്പോൾ small m കണ്ടുപിടിക്കാൻ നേരത്ത് ബാക്കി എല്ലാ ഫോഴ്സും നമ്മൾ എടുത്തു കളയുക. നമ്മുടെ റിഡൻഡന്റ് റിയാക്ഷൻ കണ്ടുപിടിച്ച പോയിന്റിൽ നമ്മൾ 1 കിലോ ന്യൂട്ടൺ ഉള്ള ലോഡ് കൊടുക്കും. എന്നിട്ട് കിട്ടുന്ന ബെൻഡിങ് മൊമെന്റ് ആണ് സ്മോൾ എം. ദെൻ ഇ ഐ എൽ എന്നൊക്കെ പറയുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഇൻ മൊമെന്റ് ഓഫ് ഇനർഷ്യൽ ലെങ്ത് ദാറ്റ് വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. നമുക്ക് അതിനെപ്പറ്റി അത്ര ബോധപ്പെടേണ്ട കാര്യമില്ല. ഓക്കെ, ആൻഡ് ഇതെല്ലാം ചെയ്ത് കിട്ടുന്ന ആർ എന്നുള്ളതാണ് നമ്മുടെ റിഡൻഡന്റ് സപ്പോർട്ട് റിയാക്ഷൻ. ഓക്കെ, ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദിസ് ഫോർമുല ഈസ് ആപ്ലിക്കബിൾ only the cases where one redundant is there. ഒറ്റ റിഡൻഡന്റ് അല്ലെങ്കിൽ ഇൻഡിറ്റർമിനസി 1 ആയിട്ടുള്ള കേസിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. രണ്ട് റിഡൻഡന്റ് വരുന്ന കേസിൽ ഫോർമുലയ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. മെത്തഡോളജി ഒക്കെ എൻ്റയർലി സെയിം ആണ്, ഫോർമുലയ്ക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ദാറ്റ് വി വിൽ ഡു എ ക്വസ്റ്റ്യൻ ആൻഡ് വി വിൽ ലേൺ. ഓക്കെ, അപ്പം ഇതിൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ സി ദ ഫോർമുല ഫോർ ദിസ് ആർ redundant reaction component R എന്ന് പറയുന്ന ഈ ഫോർമുല, this is actually very similar to this the support redundant correction factor R. This is the thing that we used for truss analysis. Truss in that redundant correction factor എന്നുള്ള R was equal to minus sum of FL by A by divided by sum of F square L by A. ഇതിന്റെ ഫോർമുല ആയിട്ട് അത്രയ്ക്ക് സിമിലർ ആണ്. കാരണം ശ്രദ്ധിച്ചാൽ അറിയാം, മെത്തേഡും സിമിലർ ആണ്, ഫോർമുലയും സിമിലർ ആണ്. സോ it will be very easy to remember. Okay, so let us do one problem in beam analysis. So we have a propped cantilever like this. Propped cantilever എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇറ്റ് മീൻസ് ഒരു സൈഡ് ഫിക്സഡ് ആയിട്ടുള്ളത്, മറു സൈഡിൽ ഒരു റോളർ സപ്പോർട്ട് ഉള്ള ടൈപ്പ് ഓഫ് ബീമിനാണ് പ്രൊപ്പഡ് കാൻഡിലിവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ കാൻഡിലിവർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈഡ് ഫിക്സ്ഡ് മാത്രമായിട്ടുള്ള സപ്പോർട്ട് ആണെങ്കിൽ വി നോ ദാറ്റ് ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ഡിറ്റർമിനേറ്റ് ബീം. പക്ഷേ ഒരു സൈഡിൽ ഒരു റോളറും കൂടെ വന്നുകൊണ്ട് it suddenly became an indeterminate beam. So let us try to analyze it using the method of consistent deformation. So consistent deformation method le ആദ്യത്തെ സ്റ്റെപ്പ് is to find out the static indeterminacy. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാൻ നമുക്കറിയാം വി ഹാവ് ദ ഫോർമുല R minus 2 where R is the total number of reaction components. നമുക്കറിയാം ഇവിടെ A എന്നുള്ള സപ്പോർട്ടിൽ, okay, let us show this. A എന്നുള്ള സപ്പോർട്ടിൽ there are two reaction components. ഒന്ന് vertical reaction at A, then there is the moment at A. Similarly B എന്നുള്ള സപ്പോർട്ടിൽ we know that it is a roller support, hence the beam
the particular beam ABC and the roller support at B has a vertical reaction component at B. So the total reaction component will be like this: A il 2 B il 1. So the total number of the total number of reaction components will be 2 plus 1 equal to 3, and the number of static indeterminacy will be 2 plus 1 minus 2, which is equal to 1. Okay, അപ്പോൾ നമുക്ക് indeterminacy അല്ലെങ്കിൽ redundancy എന്നുള്ളത് 1 ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. So we have to consider any support reaction as the redundant support reaction. അപ്പം A യിലുള്ള 2 ഉണ്ട്, B യിലുള്ള 1 ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് redundant reaction ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ എല്ലാ propedic cantileverന്റെ കേസിലും it is convenient and logical to consider the support reaction at B as the redundant. അപ്പോൾ നമ്മൾ ഇവിടെയും B എന്നുള്ള സപ്പോർട്ടിലെ B എന്നുള്ള റോളർ സപ്പോർട്ടിലെ വെർട്ടിക്കൽ റിയാക്ഷനെയാണ് റിഡൻഡന്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. ആക്ച്വലി ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഓക്കെ, നൗ ദ സ്റ്റെപ്പ് 2 involves computing the moment of the structure after removing this redundant, and this moment is due to the external loads. So the figure will look like this. ഇതാണ് നമുക്ക് ആക്ച്വലി തന്നിരുന്ന ഫിഗർ. അതിൽ ബി എന്നുള്ള പോയിന്റിലെ വെർട്ടിക്കൽ റിയാക്ഷൻ നമ്മൾ റിഡൻഡന്റ് ആയിട്ട് എടുത്ത് റിമൂവ് ചെയ്തതുകൊണ്ട് ഇതൊരു ഡിറ്റർമിനേറ്റ് കാൻഡിലിവറിന്റെ ഷേപ്പിലോട്ട് മാറി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓരോ സെക്ഷനിലെയും മൊമെന്റ് ആണ് ഡ്യൂ ടു ദിസ് എക്സ്റ്റേണൽ ലോഡ്സ്. ക്വസ്റ്റിനെ തന്നിരിക്കുന്ന 60 കിലോ ന്യൂട്ടൺ സിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്, ഡിയിൽ 30 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. വി ഹാവ് അതർ 2 പോയിന്റ്സ് എ ആൻഡ് ബി. ഓക്കെ, ഓരോ പോയിന്റിലെയും വെർട്ടിക്കൽ മൊമെന്റ് കമ്പോണൻസ് കണ്ടുപിടിക്കാം. നമുക്കറിയാം ബി ഡി എന്നുള്ള സെക്ഷനിൽ അല്ലെങ്കിൽ ഡി ബി എന്നുള്ള സെക്ഷനിൽ ആകെ ആക്ട് ചെയ്യുന്നത് 30 കിലോ ന്യൂട്ടൺ എന്നുള്ള ഒരു മൊമെന്റ് ആണ്. സോ ഡിയിൽ നിന്ന് ഒരു എക്സ് എടുക്കുകയാണെങ്കിൽ ബി ഡിയുടെ ഇടയ്ക്കുള്ള മൊമെന്റ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു -30x. Okay, -30x where we consider x from D. Similarly, BC എന്നുള്ള ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ consider that we are considering the section BC. Okay, BC എന്നുള്ള സെക്ഷൻ എടുക്കുകയാണെങ്കിൽ and x is from B. So the only load acting to the left of this section is the 30 kilonewton acting at D. അപ്പോൾ and that is acting at a distance of x plus 2 meter. Okay, x plus 2 meter. So the moment between BC will be -30 into x plus 2. Similarly, CA എന്നുള്ള സെക്ഷൻ എടുക്കുകയാണെങ്കിൽ look at this is the section. ഇവിടുന്ന് ഈ സെക്ഷൻ നോക്കുകയാണെങ്കിൽ section is starting from C, and നമ്മൾ ലെഫ്റ്റിലോട്ട് നോക്കിയാൽ the loads that you can see are 60 kilonewton acting at C and 30 kilonewton acting at D. So സിക്കും എക്കും ഇടയ്ക്കുള്ള ഏതൊരു പോയിന്റിലെയും മൊമെന്റ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു -60x minus 30, which is acting at a distance of x plus 2 plus 2, 4 meter. So the moment between C and A is -60x minus 30 into x plus 4. Okay, ഈ ഒരു കാര്യം നമ്മൾ യൂണിറ്റ് ലോഡ് മെത്തേഡിൽ പഠിച്ചാണ്. സോ യു ഹാവ് ടു get to the hang of it. ഓരോ സെക്ഷനിലെ മൊമെന്റ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. Okay, it's actually pretty simple. Now next step is നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്മോൾ എം കണ്ടുപിടിക്കണം. സ്മോൾ എം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റിന് തന്നിട്ടുള്ള എല്ലാ എക്സ്റ്റേണൽ ലോഡ്സിനും നമ്മൾ എടുത്ത് റിമൂവ് ചെയ്യണം. എന്നിട്ട് ഏത് പോയിന്റിലാണോ റിഡൻഡന്റ് റിയാക്ഷൻ എടുത്തത്, ഈ ഒരു കേസിൽ ബി, ആ പോയിന്റിൽ നമ്മൾ ഒരു യൂണിറ്റ് ലോഡ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ എന്താന്ന് വെച്ചാൽ നമ്മുടെ നമുക്കൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലയുടെ കൺവീനിയൻസ് അനുസരിച്ച് ഞാനൊന്ന് ഇതിനെ മാറ്റുവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബി എന്നുള്ള പോയിന്റിലുള്ള വെർട്ടിക്കൽ റിയാക്ഷൻ ആയിരുന്നു നമ്മുടെ റിഡൻഡന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത് ബി എന്ന പോയിന്റിലെ വെർട്ടിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്വാർഡ്സ്. വെർട്ടിക്കൽ റിയാക്ഷൻ ബി അപ്വാർഡ്സ് എന്നുള്ള അസംഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, സോ ഏത് ഡയറക്ഷനാണോ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുക 1 കിലോ ന്യൂട്ടൺ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 1 കിലോ ന്യൂട്ടൺ കൊടുക്കുക. അപ്പം ബി എന്ന പോയിന്റിൽ ഞാൻ വെർട്ടിക്കൽ റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്തതെങ്കിൽ അതുകൊണ്ട് തന്നെ ബി എന്ന പോയിന്റിൽ 1 കിലോ ന്യൂട്ടൺ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തു. ഓക്കെ, നൗ I am moving forwards. അപ്പോൾ ആ 1 കിലോ ന്യൂട്ടൺ കൊടുത്തത് കൊണ്ട് ഈ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മൊമെന്റ്സ് ആണ് എനിക്ക് സ്മോൾ എം കൊണ്ട് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആദ്യത്തെ കേസ് ബി ഡി എന്നുള്ള സെക്ഷൻ എടുത്തു. ബി ഡി എന്നുള്ള സെക്ഷൻ ഇടയ്ക്ക് ആക്ച്വലി there are absolutely no forces.
Okay, there are absolutely no forces between B and D. So the moment between B and D is equal to 0. Now, അടുത്ത സെക്ഷൻ എടുക്കുകയാണെങ്കിൽ that is between B and C. B ക്കും C ക്കും ഇടയ്ക്ക് നോക്കിയാൽ there is only 1 kilonewton acting at B, and hence the moment between B and C is equal to minus 1 into x, force into distance. And since it is acting clockwise to the left, it is, I mean, clockwise to the right, it is a negative moment. Okay. Now, next section, that is between C and A. C and A എന്നുള്ള സെക്ഷൻ എടുക്കുകയാണെങ്കിലും all we see is this 1 kilonewton acting at B. B യിൽ ആക്ട് ചെയ്യുന്ന 1 kilonewton മാത്രമേ ഉള്ളൂ. And hence the moment between C and A, x എന്ന് പറയുന്ന C യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x plus 2 ആണ്. So the moment between C and A is equal to minus 1 into x plus 2. Okay. Actually, ഇത്രയും കണ്ടുപിടിച്ചാൽ നമ്മുടെ പണി ഏകദേശം തീർന്നു. ഇനി ഇതിനെ വെറുതെ ടാബുലേറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ കണ്ടിന്യൂഷൻ. അതായത് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ യൂണിറ്റ് ലോഡ് മെത്തേഡ് ചെയ്ത പോലെ, അല്ലെങ്കിൽ ട്രസ്സിന്റെ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ സെക്ഷൻ ആയിട്ട് എഴുതും. സെക്ഷൻ വരയ്ക്കും, ഏതൊക്കെ എ ബി ബി സി സി എന്നുള്ള ഓരോ സെക്ഷൻ, അതിന്റെ ഒറിജിൻ, അതിന്റെ ലിമിറ്റ്, ഇലാസ്റ്റിസിറ്റി, മൊമെന്റ് ഓഫ് ഇനർഷ്യ, പിന്നെ ക്യാപിറ്റൽ എം, സ്മോൾ എം. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ക്യാപിറ്റൽ എം സ്മോൾ എം നമ്മൾ കഴിഞ്ഞ 2 സ്റ്റെപ്പ് കൊണ്ട് കണ്ടുപിടിച്ചത് ഇവിടെ ഒന്നുകൂടെ റീകളക്ട് ചെയ്ത് എഴുതും. സോ ഓരോ സെക്ഷനിലെ വരുമ്പോഴും ദിസ് ഈസ് അവർ ആൻസർ. ഡി ബി എന്നുള്ള സെക്ഷൻ അതിന്റെ ലെങ്ത് 2 മീറ്റർ ആയിരുന്നു, ബി സിയുടെ ലെങ്ത് 2 മീറ്റർ ആയിരുന്നു, സിയുടെ ലെങ്ത് 2 മീറ്റർ ആയിരുന്നു. ഇ ഐ എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിട്ടാണ് തന്നിരുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്തും ചേഞ്ചസ് ഇല്ല. പിന്നെയുള്ള ചേഞ്ച് അല്ലെങ്കിൽ ഇവിടെയുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ദിസ് തിങ്സ് ആണ്, ഈ ക്യാപിറ്റൽ എം സ്മോൾ എം. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ഡി ബി എന്നുള്ള സെക്ഷനിലെ ക്യാപിറ്റൽ എം വാസ് -30x and small m was 0. Okay, similarly BC എന്നുള്ള സെക്ഷനിലെ ക്യാപിറ്റൽ എം എന്നുള്ള -13 into x plus 2 ആയിരുന്നു, whereas the small m was -1x. Similarly CA എന്നുള്ള സെക്ഷനിൽ ക്യാപിറ്റൽ എം is -60x -13 into x plus 4 and small m equal to -1 into x plus 2. ഇത്രയും ഡേറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ we can actually find out the redundant reaction in a very easy manner. ആ ഒരു ഫോർമുലയിലോട്ട് വെറുതെ കൊണ്ട് അപ്ലൈ ചെയ്താൽ, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ട റിഡൻഡന്റ് റിയാക്ഷൻ. ഓർക്കുക, റിഡൻഡന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്വസ്റ്റ്യനിൽ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ദ പോയിന്റ് ബി. ബി എന്ന പോയിന്റിലെ വെർട്ടിക്കൽ റിയാക്ഷൻ ആണ്. ഓക്കെ, ലെറ്റ് us see how we get it. Okay, so we have this formula. Redundant reaction കണ്ടുപിടിക്കാൻ R എന്ന് പറയുന്നത് it is equal to integral 0 to L mm by EA dx divided by integral 0 to L m square by EA dx. Okay, so ഇതിന്റെ അകത്തെ ഓരോ കാര്യങ്ങളുടെയും വാല്യൂസ് നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ച് നമ്മൾ ടാബുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേബിളിൽ നിന്ന് വെറുതെ എടുത്ത് എഴുതിയാൽ മതി. സോ അത് എഴുതി വരുമ്പോൾ അത് ഇങ്ങനെ വരും. ആദ്യത്തെ കേസിൽ -30x into 0, അത് ഓട്ടോമാറ്റിക്കലി 0 ആയി പോയിക്കോളും. സിമിലർലി സെക്കൻഡ് കേസിൽ ഇത് ഓരോ ലിമിറ്റിന്റെ ഇടയ്ക്ക് എഴുതിയിട്ടുണ്ട്. തേർഡ് കേസിലും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തെ ഡിനോമിനേറ്റർ എം സ്ക്വയർ എന്നുള്ള സ്മോൾ എം സ്ക്വയർ. അപ്പം താഴത്തെ കേസിൽ ഇത് 0 ആണ്, ഓട്ടോമാറ്റിക്കലി പൊക്കോളും. ഇവിടെ ഇത് പൊക്കോളും. ഈ വാല്യൂസിന് സിഗ്നിഫിക്കന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് സം വാല്യൂ. സോ ദാറ്റ് കംസ് ഔട്ട് ലൈക്ക് ദിസ്. സോ ദ റിഡൻഡന്റ് റിയാക്ഷൻ ആർ എന്നുള്ള സാധനം നമുക്ക് കിട്ടുക, ഇറ്റ് വിൽ ബി ഈക്വൽ ടു 71.25 kilonewton. സോ 71.25 kilonewton എന്നുള്ള ഒരു വാല്യൂ നമുക്ക് ആറിന് കിട്ടും. സോ റിമെമ്പർ, ഈ ആർ എന്നുള്ളത് റിഡൻഡന്റ് റിയാക്ഷൻ ആണ്. ആൻഡ് ദിസ് റിഡൻഡന്റ് റിയാക്ഷൻ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വി ഹാവ് കൺസിഡേർഡ് ഇറ്റ് ആസ് ദ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബി. സോ നമുക്ക് ഈ എഫക്റ്റീവ്ലി കിട്ടിയിരിക്കുന്നത് വി ബിയുടെ വാല്യൂ ആണ്. ഓക്കെ, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, വി ബി എന്നുള്ളത് നമ്മൾ അപ്സൈഡിലോട്ടാണ് അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ അപ്സൈഡ് തന്നെയാണെന്നാണ് അതിന്റെ അർത്ഥം. ഇൻ കേസ് ഇത് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ, ഇൻ കേസ് യു ഗെറ്റ് ദിസ് റിഡൻഡന്റ് റിയാക്ഷൻ നെഗറ്റീവ് വാല്യൂ, അതിന്റെ അർത്ഥം നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് അത് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ് ഹിയർ. ഓക്കെ, സോ എനിവേ വി ഹാവ് ഒബ്റ്റൈൻഡ് വി ബി ആസ് 71.25 kilonewton. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ആക്ച്വലി 2 സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒന്ന് എ എന്നുള്ള ഫിക്സഡ് സപ്പോർട്ടിൽ നമുക്കൊരു വെർട്ടിക്കൽ റിയാക്ഷൻ, ഒരു മൊമെന്റം ഉണ്ടായിരുന്നു. പിന്നെ ബി എന്നുള്ള റോളർ സപ്പോർട്ട്, അവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 3 റിയാക്ഷൻ കമ്പോണൻസും 2 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് വി ബി എന്നുള്ള
അല്ലെങ്കിൽ ബി എന്ന റോളർ സപ്പോർട്ടിലെ റിയാക്ഷൻ കിട്ടി. അപ്പോൾ 3 അൺനോൺസിലെ ഒരെണ്ണം നമ്മൾ സോൾവ് ചെയ്തെടുത്തു. ഇനിയുള്ളത് 2 അൺനോൺസും അത് സോൾവ് ചെയ്യാൻ നമ്മുടെ 2 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ആ 2 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉപയോഗിച്ചാൽ യു ക്യാൻ ഈസിലി സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക. അപ്പം സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓർ ദ ഫൈനൽ സ്റ്റെപ്പ് ഇൻ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ അനാലിസിസ് ഓഫ് ബീം is to determine the other support reactions. നമുക്ക് അൺനോൺ ആയിട്ട് കിടന്ന ബാക്കി സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ആ ഫിഗർ ഒന്ന് വരയ്ക്കുകയാണ് മൊത്തമായിട്ട്. സോ വി ഹാവ് എ ബീം എ സി ബി ഡി. സിയിൽ 60 കിലോ ന്യൂട്ടൺ, ഡിയിൽ 30 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു. എ എന്നുള്ള ഫിക്സഡ് സപ്പോർട്ടിൽ വെർട്ടിക്കൽ വി എ എം എ എന്നുള്ള 2 റിയാക്ഷൻ ഉണ്ട്. ബി എന്നുള്ള റോളർ സപ്പോർട്ടിലും ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്, പക്ഷെ അത് നമ്മൾ കണ്ടുപിടിച്ചു. വി യൂസ്ഡ് ദ മെത്തേഡ് ഓഫ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് ടു അനലൈസ് ദിസ് ടു ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് വി ബി. ഓക്കെ, ഇനി കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആണ്. റിയാക്ഷൻ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതുക. സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0, എഫ് വൈ ഈക്വൽ ടു 0 ഇട്ടാൽ നമുക്ക് കിട്ടും വി എ പ്ലസ് 71.25 ഈക്വൽ ടു 60 പ്ലസ് 30. സോ ചെയ്യുമ്പോൾ നമുക്ക് വി എ കിട്ടും. നൗ next is to find out the moment at A. Moment at A കണ്ടുപിടിക്കാൻ വേണ്ടി we consider the sum of moments at A equal to 0. So that means MA, ഞാനിവിടെ പോസിറ്റീവ് ആയിട്ട് ക്ലോക്ക്വൈസ് ആയിട്ട് അസ്യൂം ചെയ്തേക്കുന്നു. സോ MA plus 60 into 2, 60 correspond to this MA plus 60 into 2 minus 71.25 into 4 plus 30 into 6. Okay, മൊമെന്റ് എടുത്ത് എഴുതി. 60യും 30 ക്ലോക്ക്വൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അതുകൊണ്ട് പോസിറ്റീവ് മൂവ്മെന്റ്. എം എ പോസിറ്റീവ് ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നു. 71.25 നെഗറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, സോ നെഗറ്റീവ് മൂവ്മെന്റ്. സോ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ എം എ ഈക്വൽ ടു മൈനസ് 15 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അതിന്റെ അർത്ഥം എം എ ഈസ് ആക്ച്വലി ഇൻ ദ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. ഇത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി വി ക്യാൻ ഓൾസോ ഡ്രോ ദ മൊമെന്റ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ഡയഗ്രാം വരയ്ക്കാം. ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ. സോ ദിസ് ആക്ച്വലി കൺക്ലൂഡ്സ് അവർ മെത്തേഡ്. അപ്പം ഇത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ. നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കാൻ അറിയാവുന്നിടത്തോളം കാലം ദിസ് മെത്തേഡ് ഈസ് വെരി സിമ്പിൾ. ആദ്യമേ സപ്പോർട്ട് റിയാക്ഷൻസ് ഇൻഡിറ്റർമിനൻസി എത്രയാണെന്ന് കണ്ടു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള കമ്പോണന്റിനെ ഒഴിവാക്കി, അതായത് സ്ട്രക്ചറിനെ ഡിറ്റർമിനേറ്റ് ആയിട്ട് ആ സ്ട്രക്ചറിന്റെ അകത്തുള്ള മൊമെന്റ്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഓരോ സെക്ഷനുള്ള മൊമെന്റ്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. തേർഡ് സ്റ്റെപ്പിൽ ഈ എക്സ്റ്റേണൽ ഫോഴ്സസ് എല്ലാം ഒഴിവാക്കി ഏതൊക്കെയാണോ റിഡൻഡന്റ് റിയാക്ഷൻ അവിടെ 1 കൊടുത്തിട്ട്, അവിടെ 1 കിലോ ന്യൂട്ടൺ കൊടുത്തിട്ട് സ്ട്രക്ചറിൽ ഉണ്ടായിരുന്ന മൊമെന്റ്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മുടെ ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്തപ്പോൾ വി ഗെറ്റ് ദ റിഡൻഡന്റ് റിയാക്ഷൻ. റിഡൻഡന്റ് ആയിട്ടുള്ള റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉപയോഗിച്ച് അനലൈസ് ചെയ്യാവുന്നത്ര എളുപ്പമാണ് നമ്മുടെ പ്രൊസീജിയർ. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി വൺ. ഇത് തന്നെയാണ് ഇനി അങ്ങോട്ട് ബീം ബാക്കി എല്ലാ ബീമിലും വരാനുള്ളത്, ബാക്കി എല്ലാ ഫ്രെയിമിലും വരാനുള്ളത്. ഓക്കെ, സോ വിത്ത് ദിസ് ഐ ആം എൻഡിങ് ടുഡേസ് ലെക്ചർ. അടുത്ത ലെക്ചറിൽ വിൽ സീ കപ്പിൾ ഓഫ് അതർ പ്രോബ്ലംസ് ഓഫ് ബീംസ്. അത് കഴിഞ്ഞ് വിൽ ഹാവ് എ ലെക്ചർ ഓൺ ഫ്രെയിംസ്. ഓക്കെ, സോ താങ്ക് യു.